നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, നമ്മുടെ ദൈവത്തിന് ഒരു അത്ഭുതം ചെയ്യുവാൻ പ്രയാസമില്ല. കാരണം മോശ, ഏലിയാവ്, ഏലീശ തുടങ്ങിയവരൊക്കെയും അവരുടെ ജീവിത കാലത്ത് പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നത്തെ സൊല്യൂഷൻ കൊണ്ടുവരുവാൻ തക്കോണം ദൈവത്തിന് തൻ്റെ പുത്രനെ ബലിയായിട്ട് കൊടുക്കേണ്ടി വന്നു. ഹല്ലേലൂയ. ആ ഒരു പലവിധ വിശ്വാസങ്ങൾ ഇന്ന് ലോകത്ത് കാണപ്പെടുന്നുണ്ട്. എന്നാൽ ദൈവപുത്രങ്കിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക വിശ്വാസമാണ്. ഹല്ലേലൂയ. മനുഷ്യനുള്ള വിശ്വാസമുണ്ട്, കഴിവിലുള്ള വിശ്വാസമുണ്ട്, അങ്ങനെ പല കാര്യങ്ങളിലും ഇന്ന് വിശ്വാസം ആൾക്കാരെ ചെയ്യുന്നുണ്ട്. എന്നാൽ പൗലോസ് നമുക്ക് ഒരു ഭാഗം കാണാൻ, അതിനു മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ സന്നിധിയിൽ സക്രിയാവിൻ്റെ പുസ്തകം 4:10 ഞാൻ പറഞ്ഞു, സർവ്വഭൂമിയിലും ഊടാടിക്കൊണ്ട് ചെല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണ് സെരുബാബേലിൻ്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു. അപ്പം ഈ തൂക്കുകട്ട എന്ന് പറയുക ഒരു പണിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പം ആ പണി കറക്റ്റായിട്ട് പോകാൻ തക്കോണം, അത് ചെക്ക് ചെയ്യുവാൻ തക്കോണം ആ തൂക്കുകട്ട യൂസ് ചെയ്യുന്നത്. ദൈവവചനത്തിൽ കൂടി, ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ കൂടിയാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ കൃത്യമായിട്ടുള്ള പണി പോകേണ്ടത്. അപ്പം യഥാർത്ഥ സത്യവചനത്തിൽ കൂടി, യഥാർത്ഥ ഡോക്ടറിനിൽ കൂടിയാണ് യഥാർത്ഥ ഫെയ്ത്ത് ഉളവാകുന്നത്. ഹല്ലേലൂയ. ദൈവവചനത്തിൻ്റെ പുറത്തേക്ക് പോകപ്പെടുകയാണെങ്കിൽ ആ ക്രിസ്തുവിലേക്ക് ഉള്ള ഫെയ്ത്ത് നമുക്ക് ഉളവാൻ സാധിക്കില്ല. അപ്പം ഈ സെരുബാബേലിൻ്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ടിട്ട് ദൈവത്തിന് അവിടെ സന്തോഷമായി എന്ന് കാണപ്പെടുന്നു. അപ്പം ദൈവവചനപ്രകാരം ഉള്ള പണിയൊക്കെയും ദൈവത്തിൻ്റെ പാറ്റേണിലുള്ള പണിക്ക് അതൊരു പ്രത്യേകതയുണ്ട് എന്ന് നമുക്ക് കാണപ്പെടാം. നോഹയോട് ദൈവം കൽപ്പിച്ചു, ഉൽപ്പത്തി പുസ്തകം 6:22, ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. അപ്പം ദൈവത്തിൻ്റെ പാറ്റേണിൻ്റെ ഒരു പ്രത്യേകത അത് ആ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളി അതിജീവിക്കുവാൻ തക്കോണം ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെട്ട ഭാഗമാണ് അത് കാണപ്പെടുന്നത്. എന്നാൽ ഇനി അടുത്ത് നമുക്ക് മോശയെ പറ്റി കാണാം. മോശയെ പറ്റി ദൈവം ഒരു പർവ്വതത്തിലൊരു മാതൃക കൊടുത്തു. ആ മാതൃക പ്രകാരം തന്നെ മോശ കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാനെന്ന് അവനോട് അരുളി ചെയ്തതുപോലെ ആ മോശ സ്വർഗീയത്തിൻ്റെ ദൃഷ്ടാന്തമായതിൽ ശുശ്രൂഷയുടെ ഭാഗം ചെയ്തു എന്നായിട്ട് കാണപ്പെടുന്നു. ഇതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ, ജീവിച്ചപ്പോൾ, ഉപദേശിച്ചപ്പോൾ, ക്രൂശ് മരണത്തിലെല്ലാം പിതാവിൻ്റെ ഒരു മാതൃക ആണ് പിൻപറ്റിയിരുന്നത്. ക്രൂശിലെ മരണത്തോളം തന്നെ പൂർണ്ണമായി അനുസരണമുള്ളവനായി, സബ്മിസീവായി തീർന്നു. അതുപോലെ തന്നെ അനുസരണം ഉള്ളവനായി തീർന്നു എന്ന് നമുക്ക് കാണപ്പെടുന്നു. അപ്പം അത് ക്രൂശിലെ മരണത്തോളം അത്ര പെർഫെക്റ്റായിട്ട് ദൈവത്തിൻ്റെ പാറ്റേൺ ക്രിസ്തു യേശുവിൽ കൂടി വെളിപ്പെട്ടു. അപ്പം ആ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി ഉള്ള രക്ഷയെ ഒരു ഭാഗമെന്ന് പറയുമ്പോൾ ആ രക്ഷ ഇപ്പോൾ അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്, താൻ ഒരിക്കൽ ജീവിച്ചൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ താൻ ഒത്തിരി പ്രയത്നങ്ങൾ ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ പോസിറ്റീവായിട്ട് താൻ ആർജിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ സുവിശേഷം തൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തനിക്ക് അത് വലിയൊരു എൻകൗണ്ടറായിരുന്നു. തൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കത്തക്കോണം, തൻ്റെ ആഗ്രഹങ്ങളെ മാറ്റിമറിക്കത്തക്കോണം, തൻ്റെ ലക്ഷ്യങ്ങളെ മാറ്റിമറിക്കത്തക്കോണം ആ കർത്താവുമായിട്ടുള്ള എൻകൗണ്ടർ അത്ര ജീവിതത്തെ അത്ര വ്യതിയാനം വരുത്തുന്നു. നമ്മൾ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ രക്ഷകനായി വന്ന ആ ദിവസം, അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസവും ക്രിസ്തീയ ജീവിതത്തിൽ ദൈവവചനത്തിൻ്റെ എൻകൗണ്ടർ നമ്മളോട് നടക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ, അതൊരു സ്വർഗീയനെ പോലെ ആക്കുവാൻ തക്കോണം ഉള്ള ദൈവപ്രവൃത്തിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫിലിപ്പിയ ലേഖനത്തിൽ 3:9 ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 3:9 അവിടെ ഇങ്ങനെ കാണുന്നു, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല,
ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ട് അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും എന്ന് പറഞ്ഞ് തുടർന്ന് കുറച്ച് കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അതിൻ്റെ മുമ്പ് താൻ ജീവിതത്തിൽ കൂടി നേടിയെടുത്ത പല കാര്യങ്ങളെയും പറ്റി അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രതിപാദിക്കുന്ന കാര്യത്തെയൊക്കെ ഒറ്റ വാക്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ ജഡത്തിന് ആശ്രയിക്കാനുള്ള വകയെന്നാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി നല്ല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രകൻ തുടങ്ങിയ കുറേ ലിസ്റ്റുകൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനനിന്ദ്യൻ എന്ന് പറഞ്ഞാൽ താൻ അന്നായിരിക്കുന്ന ഇസ്രായേൽ ജാതി ദൈവം കൊടുത്തിരിക്കുന്ന ആ പ്രമാണത്തിൽ താൻ അതിനകത്ത് ബ്ലെയിംലെസ്സാണ്. അതിനകത്ത് തൻ്റെ ജീവിതത്തിൽ മേൽ തെറ്റ് കാണാതിരിക്കുന്ന തക്കോണമുള്ളൊരു ജീവിതം താൻ നയിച്ചെന്ന് അവിടെ സാക്ഷ്യം പറയുന്നത്. പക്ഷേ ഇതൊന്നും കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കർത്താവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം തൻ്റെ ഈ നല്ല എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അതിനെ അങ്ങ് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നു, ഞാൻ ക്രിസ്തുവിലുള്ളൊരു ജീവിതമുണ്ട്, ആ ജീവിതം അനുസരിച്ച് എനിക്ക് ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് ആ മരണ പുനരുത്ഥാനത്തിൻ്റെ ഭാഗത്തിൽ കൂടെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകണമെന്ന്. എന്താണ് ആ ഒരു ജീവിതത്തിൽ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണപ്പെടുന്നത്, അതിനെ പറ്റിയുള്ളൊരു വാക്യം, അതായത് 1 യോഹന്നാൻ 5:4-5 പറയുന്നുണ്ട്, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു, ലോകത്തെ ജയിച്ച ജൈവം നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നു? അപ്പം മറ്റെങ്ങോട്ടും ഫെയ്ത്ത് പോയി കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ കൂടി ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുകയൊക്കെ ആണെങ്കിലും അന്ന് യേശുവുമായിട്ടൊരു ബന്ധമില്ലായിരുന്നു. യേശുവിൻ്റെ ജീവൻ തൻ്റെ ജീവിതത്തിന് മേൽ പ്രവർത്തിക്കുന്നില്ലായിരുന്നു. യേശുവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇല്ലാതിരിക്കുമ്പോൾ കൊമ്പ് മുന്തിരിവള്ളിയിൽ നിന്ന് ഫലം കായ്ക്കുന്നത് പോലെ, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിൻ്റെ നീതിക്കും ദൈവത്തിൻ്റെ റൈച്ചസ്നെസ്സിൻ്റെ ലെവൽ നോക്കുമ്പോൾ ആ വ്യക്തിയിൽ ദൈവം കാണുന്നത് ഒന്നുമില്ലായ്മയുടെ ഒരവസ്ഥ വേണം എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി നമുക്ക് വചനത്തിൽ തന്നെ കാണപ്പെടുന്നു. മനുഷ്യൻ ക്രിസ്തുവിനെ കൂടാതെയുള്ള ജീവിതത്തിൻ്റെ ഭാഗത്തേക്കുള്ള മനുഷ്യൻ എന്താണ് ആ വ്യക്തിക്ക് ഒഴിവാക്കാൻ കഴിയുന്നത്? ആ വ്യക്തിയിൽ നോർമലി സെറ്റാകുന്നത് പാപത്തോടൊരു ആഗ്രഹം, പിന്നെ അതുപോലെ വരുന്നത് ഒരു നാച്ചുറലായിട്ടൊരു പ്രൈഡ്, പിന്നെ ഹല്ലേലൂയ സ്തോത്രം സ്വന്തമായിട്ടുള്ള ക്രിസ്തുവിനെ ദൈവത്തെ കൂടാതെ രക്ഷപ്പെടുവാനുള്ള ആശ്രയത്തിൻ്റെ ഒരു ഭാഗം, പിന്നെ അതുപോലെ പഴയ ഒരു ചിന്താഗതികൾ, പഴയ നടപ്പ് സംബന്ധിച്ച് പാപസംബന്ധമായൊരു നടപ്പ് രീതികൾ കൊണ്ട് ജീവിക്കുന്ന ഒരു ഹാബിറ്റ്, പാഷൻസ്, അങ്ങനെ ഹല്ലേലൂയ പാപത്താൽ കളങ്കപ്പെട്ട ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അതെപ്പോഴും സെൽഫ് ഓറിയൻറ്റഡ് ആയിരിക്കും. അതൊരു സ്വയ കേന്ദ്രീകൃതവും സ്വയ ന്യായീകരണം, സ്വയനീതീകരണം, സ്വയ പ്രശംസയുള്ള ഇങ്ങനൊരു ജീവിതമാണ്. അപ്പം ഇതുകൊണ്ട് പല മതങ്ങളും മതങ്ങളിലേക്ക് പോകപ്പെടുമ്പോഴൊക്കെ കാണപ്പെടുന്നത് നല്ല കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് ഹല്ലേലൂയ അതിനെ പൂർത്തീകരിക്കണമെന്നൊക്കെ. പക്ഷെ ദൈവം നോക്കുമ്പോൾ ഇതെല്ലാം പാപത്താൽ ഇത് ധാർമ്മികമായിട്ട് അതിനകത്തൊരു മൂലച്യുതി എന്നിട്ട് ദൈവം നോക്കുന്ന എല്ലാം കറപറേണ്ട തുണിയാണ്. ഈ നീതിക്കൊന്നും ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡോ പെർഫെക്ഷനോ കൊണ്ടുവരാൻ കഴിയാതിരിക്കുമ്പോൾ ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന ഒരു നീതിയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ ദൈവത്തെ കൂടാതെ ജീവിൽ നിന്ന് അകന്നുപോയ ഒരു ജീവിതത്തെ നമുക്ക് കാണപ്പെടുമ്പോൾ അത് അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും ചെയ്യാൻ തക്കോണം അല്ലെങ്കിൽ ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന ഒരു നേച്ചറാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ഒത്തിരിയും കാര്യങ്ങൾ. അപ്പം ഈ ഒരു നേച്ചറിനെ ക്രിസ്തുയേശുവിനുള്ള ഫെയ്ത്തിൽ കൂടി കാണപ്പെടുമ്പോൾ അത് ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ മരണത്തെയും അടക്കത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയൊക്കെ ഓരോ ദിവസവും ആ ഫെയ്ത്ത് ദൈവപുത്രങ്ങളുള്ള ഫെയ്ത്തുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് ഹല്ലേലൂയ ക്രിസ്തു മരിച്ചപ്പോൾ എൻ്റെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവം തന്നിരിക്കുന്ന ഒരു പുതിയ മനുഷ്യനുണ്ട്. ആ പുതിയ മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ അത് ദൈവത്തിൻ്റെ ലൈഫ് വ്യാപരിക്കുന്ന ഒരു അനുഭവമാണ്.
ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്ന ഒരനുഭവമാണ്. ദൈവത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം സ്വഭാവ ഗുണഗണങ്ങൾ നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഇങ്ങനെ ദൈവവചനത്തിൽ കാണിക്കപ്പെടുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനാൽ ദൈവസ്നേഹം നിങ്ങളുടെ ഉള്ളിലേക്ക് പകർന്നിരിക്കുന്നല്ലോ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പകർന്നിരിക്കുന്നല്ലോ എന്ന് നമുക്ക് റോമാലേഖനം 5:5 കാണപ്പെടുന്നു. അപ്പം ഇതൊക്കെ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് പകരപ്പെടുന്നു. ദൈവം തൻ്റെ ദൈവാത്മാവിനാൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നു. 1 കൊരിന്ത്യരിലൊക്കെ നമുക്ക് കാണപ്പെടുന്നു. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഹല്ലേലൂയ സത്യത്തിൻ്റെ ഫലമായൊരു നീതി, ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന ഒരു നീതി, ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന ഒരു വിശുദ്ധി, അത് ക്രിസ്തുയേശു നമ്മളിൽ വസിച്ചു കഴിഞ്ഞാലേ ആ ജീവിതം ഫലവത്തായി ഫ്രൂട്ട്ഫുൾ ആകാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ ക്രിസ്തു ജീവിക്കുന്ന ഒരു ജീവിതത്തെ പറ്റിയാണ് ഞാൻ അവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ക്രിസ്തു വിശ്വാസത്താൽ ദൈവം നൽകുന്ന ആ ഒരു നീതിയുണ്ട്. ആ നീതിയിൽ കൂടി എന്നിട്ട് ക്രിസ്തു എന്നിൽ ഇരിക്കണം എന്നുള്ള ഒരു ഭാഗമാണ് അദ്ദേഹം അവിടെ ഇതിൽ കൂടി പറയുന്നത്. വേറൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്ന ഞാനല്ല, എന്നിൽ ക്രിസ്തു തന്നെ. ഇനി ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എനിക്ക് വേണ്ടി ജീവൻ വെച്ച ക്രിസ്തു യേശുവിനുള്ള ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസത്താൽ അത്രേ. അവിടെയും പറയുന്നുണ്ട് ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസം. ഹല്ലേലൂയ. ആ ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ മേൽ വേറെയും കൊണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു യോഹന്നാൻ 20:31 പറഞ്ഞുകൊണ്ട്, എന്നാൽ യേശു ദൈവപുത്രനായി ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണമെന്നും ഇത് എഴുതിയിരിക്കുന്നു. അപ്പോൾ യേശുക്ക് ദൈവപുത്രൻ എന്നുള്ള വിശ്വാസം വെളിപ്പെടുമ്പോൾ അതിനകത്ത് ജീവനാണ് കാണപ്പെടുന്നത്. ഹല്ലേലൂയ. അത് നിത്യജീവൻ്റെ അനുഭവമാണ് തരപ്പെടുന്നത്. അപ്പം പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാണപ്പെടുന്ന ഒരു ഭാഗമാണ് അപ്പം ആദ്യത്തെ ഒരു ആദാം അത് പാപം സംബന്ധിച്ച് ഡിഫീറ്റഡായി, പാപം സംബന്ധിച്ച് പരാജയപ്പെട്ടു. എന്നാൽ ഒടുക്കത്തെ ആദാമായ ക്രിസ്തു ജീവിപ്പിക്കുന്ന ആത്മാവായി. അപ്പം നമ്മുടെ രക്ഷാനായകൻ കഷ്ടങ്ങളാൽ ഹല്ലേലൂയ തൻ്റെ ജീവിതത്തിൽ കൂടി കഷ്ടങ്ങളെ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീരുക എന്ന് പറഞ്ഞാൽ ആ ക്രിസ്തുവുമായിട്ട് എൻ്റെ ഫെയ്ത്ത് ഇടുമ്പോഴും ആ രക്ഷാനായകൻ ഹല്ലേലൂയ സാധിച്ചെടുത്ത എൻ്റെ പ്രതിനിധിയായി, എൻ്റെ പകരക്കാരനായി ആ രക്ഷാനായകൻ ഹല്ലേലൂയ പാപബലി പരിഹാര യാഗമായി അവിടെ ആയിത്തീർന്നപ്പോൾ അതിൽ ഫെയ്ത്ത് ഞാൻ ഇടപെടുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ദൈവം ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ ആ രക്ഷാനായകനെ പോലെ എന്നെ ആക്കുവാൻ തക്കോണമാണ്. റോമാലേഖനം 8:29 പറയുന്നുണ്ട്, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപൻ ആകുവാൻ മുൻനിയമിച്ചു. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ ഹല്ലേലൂയ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ തൊക്കണം. ആ നേച്ചറിലേക്ക്, ആ ഡിവൈൻ നേച്ചറിലേക്ക് പങ്കാളിത്തത്തിൻ്റെ ലെവലിലോട്ട് കൊണ്ടെത്തിക്കുന്ന ലെവലിലോട്ട് ദൈവം ഈ ക്രിസ്ത്യൻ ലൈഫിനെ ദൈവം ആക്കി തീർക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ ഈ മാനുഷികമായിട്ടുള്ള ക്രിസ്തുവിൽ വിശ്വാസം ഇടാതെ മനുഷ്യൻ നല്ല പ്രവൃത്തികൾ ചെയ്യപ്പെടുമ്പോൾ അവിടെ ദൈവികമായ ലൈഫ് വ്യാപരിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകപ്പെടുന്നു. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് റോമലേഖനത്തിൽ കൂടി ഈ ക്രിസ്തുവിൻ്റെ മരണത്തിലുള്ള ഫെയ്ത്ത് അത് നമ്മൾക്ക് 4 വിധ അനുഭവത്തിൻ്റെ ഭാഗത്തിലേക്ക് നമ്മളെ കൊണ്ടുവരിക്കുന്നു എന്ന് നമുക്ക് കാണപ്പെടുന്നു. അത് നമുക്ക് കാണപ്പെടുന്നത് ഒന്ന്, നമ്മൾ പാപസംബന്ധമായിട്ടുള്ള മരണം, റോമാലേഖനം 6:11 പറഞ്ഞുകൊണ്ട് അവണ്ണം തന്നെ ഒന്ന് നമ്മൾ ക്രിസ്തുവിൻ്റെ മരണത്തിൽ കൂടി നമ്മൾ പാപസംബന്ധമായിട്ടുള്ള മരണമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഭാഗം അത് റോമർ 6:11 കാണുന്നു. റോമർ 7:4 പറയുന്നുണ്ട് ന്യായപ്രമാണ സംബന്ധമായ ഒരു മരണം. അതിനെ പറ്റിയുള്ള വാക്യം, അതുകൊണ്ട് സഹോദരന്മാരെ നാം ദൈവത്തിൽ ഫലം കായ്ക്കുമാറ് മരിച്ചുയർത്തുന്നേറ്റവനായ വേറൊരുത്തനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണം സംബന്ധമായി മരിച്ചു. അപ്പം അതുവരെ
എന്നെ നിയന്ത്രിക്കുന്നത് ഹല്ലേലൂയ, ഞാൻ എൻ്റെ ജീവിതത്തിന്മേൽ എൻ്റെ വിചാരങ്ങൾ കൂടി എൻ്റെ മനസ്സാക്ഷിയിൽ കൂടി ഹല്ലേലൂയ സ്തോത്രം പല ചിന്തകൾ കൂടി കുറ്റം വിധിച്ചുമൊക്കെ ജീവിക്കുന്ന അനുഭവത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ മരണവുമായിട്ട് റിലേറ്റഡ് പെടുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ കൂടെ ന്യായപ്രമാണ സമുദായം മരിച്ചിട്ട് പിന്നെ ഒരു ആത്മാവിൻ്റെ ലീഡിങ്ങിലേക്ക് പോകത്തക്കോണം ജീവൻ്റെ പുതുക്കത്തിൽ പോകുവാനുള്ള ഭാഗം താഴെപ്പെടുന്നത് നമുക്ക് കാണപ്പെടുന്നത്. റോമാലേഖനം 6 ഭാഗത്തും പിന്നെ ക്രിസ്തു പാപസംബന്ധമായി മരിച്ചിട്ട് നിങ്ങൾ ദൈവത്തിന് ജീവിക്കുന്നവരെന്ന് നിങ്ങളെ തന്നെ എണ്ണുവിനെന്ന് കാണപ്പെടുന്നു. ഇനി അടുത്ത മരണത്തെപ്പറ്റി നമുക്ക് കാണപ്പെടുന്നത് ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് കൊലോസ്യർ 12:20 പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിനോട് കൂടി ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് ലോകം ഒരു ചില വ്യവസ്ഥകൾ പറയും, അത് ചെയ്യല്ലേ ഇത് ചെയ്യല്ലേ എന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെ പക്ഷേ അതൊക്കെ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്മേൽ ചില പിന്നെ എന്തുവാ ജീവൻ ഉളവാക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ജഡത്തിൻ്റെ വികാരങ്ങളോളം പിന്നെ അടക്കുവാൻ കഴിയുന്നതല്ല എന്ന് പറയുന്നു. എന്നാൽ സാക്ഷാൽ കർത്താവിൻ്റെ ജീവൻ വരുമ്പോഴേ അതിൽ നിന്നൊക്കെ ജയം പ്രാപിക്കുന്ന ലെവലിലേക്ക് പോകുവാൻ തക്കോണം സാധിക്കുകയുള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് കാണപ്പെടുന്നു. അപ്പം ഈ കർത്താവിൽ കൂടി നമ്മൾ ഓരോ ദിവസവും നമ്മളെ ആശ്രയിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ആശ്രയം വെക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് വരത്തക്കോണമുള്ളൊരു ജീവിതം ദൈവം നമുക്ക് വേണ്ടി ഓരോ ദിവസം മുൻപോട്ട് വെച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്വഭാവം വിശ്വാസത്തിൽ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് ആകപ്പെടുന്നതാണ് നമ്മുടെ വിശുദ്ധീകരണം എന്ന് നമുക്ക് കാണപ്പെടുന്നു. വിശുദ്ധീകരണത്തെ നമുക്ക് 2 നിലവാരത്തിൽ മേൽ നമുക്ക് കാണപ്പെടാം. ഒന്ന്, ദൈവത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് ദൈവത്തെ കൂടാതെ ഒരു വ്യക്തിക്ക് വിശുദ്ധീകരണം പോസിബിൾ അല്ല എന്ന് നമുക്ക് കാണപ്പെടുന്നു. ലേവ്യ പുസ്തകം 20:18 പറയുന്നു, ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ദൈവം നമ്മെ വിശുദ്ധീകരിക്കുവാൻ തൻ്റെ ശക്തി കൊണ്ട് ദൈവം നമ്മൾ പ്രവർത്തിക്കുന്ന മുഖാന്തരങ്ങളുണ്ട്. ഇനി അതേ സമയം തന്നെ വേറൊരു വശത്തിൽ കൂടി ദൈവവചനം കാണിക്കപ്പെടുന്നു, നിങ്ങളുടെ ദൈവമായ ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. അത് വേറൊരു സൈഡിൽ കൂടെ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ കൂടി ഞാൻ ഭയപ്പെടുന്ന അല്ലെ ഭീതിപ്പെടുന്ന ഭാഗത്തിൽ മേൽ ഞാൻ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നുള്ള ആ ഒരു പ്രത്യാശ വെക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗത്തുള്ള വിശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഭയം അല്ലെ കഴിയത്തില്ലെന്നുള്ള ഭയത്തെ ദൈവം എടുത്തു മാറ്റുന്നു. അതിനെപ്പറ്റി നമുക്ക് കാണപ്പെടുന്നു. എസെക്കിയേൽ പുതിയ നിയമത്തെപ്പറ്റി ഒരു ഭാഗം പറയുന്നത് എസെക്കിയേൽ 36:26 പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് അവിടെ എല്ലാം പറഞ്ഞുകൊണ്ട് ഐ വിൽ ഡു, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, ഞാൻ നിങ്ങൾക്ക് പുതിയ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലേക്ക് ആക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് കല്ലായ ഒരു ഹൃദയത്തെ ഞാൻ നിങ്ങൾക്ക് ജഡത്തിൽ നിങ്ങൾക്ക് മാംസമായുള്ളൊരു ഹൃദയം നിങ്ങളിൽ തരും. എല്ലാം പറയുന്നുണ്ട് ഐ വിൽ എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി എൻ്റെ ചട്ടങ്ങളിൽ നിങ്ങളെ നടക്കുമാറാക്കും. ഹല്ലേലൂയ. അപ്പോൾ ഒരു പുതിയ ഇതെല്ലാം ദൈവം ചെയ്തു തരുന്നൊരു പ്രോമിസാണ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ദൈവത്തിൻ്റെ പ്രോമിസിൽ മുറുകെ പിടിക്കുന്നവരായി നമ്മൾ സന്തോഷമുള്ളൊരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നോക്കുന്നു. മറു സൈഡിൽ നമ്മൾ കെയർലെസ് ആകുവാൻ ദൈവം അനുവദിക്കുന്നില്ല. ദൈവം വെച്ചിരിക്കുന്ന റെസ്പോൺസിബിലിറ്റിയിൽ ഹല്ലേലൂയ അതിനെ കെയർലെസ് ആകാതെ ഹല്ലേലൂയ ദൈവം നമുക്ക് ഇപ്പം ഒരു കുടുംബത്തിൽ ദൈവ കുടുംബത്തിൽ നമ്മൾ ജനിക്കപ്പെട്ടവരാണെങ്കിൽ അതിനെ എങ്ങനെയും കെയർലെസ് ആയിട്ട് ജീവിക്കാനല്ല ദൈവം ചില റെസ്പോൺസിബിലിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ എന്നുള്ള ദൈവത്തിൻ്റെ വചനത്തെ അത് റെസ്പോൺസിബിലിറ്റി ലെവലിലേക്ക് ചെയ്യപ്പെടുന്നു എന്ന് എടുക്കുവാൻ നമുക്ക് സാധിക്കുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിന്മേൽ ഹല്ലേലൂയ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കപ്പെടുമ്പോൾ നമുക്ക് എബ്രായ ലേഖനത്തിൽ പറയുന്നത് നമ്മൾ ചിലപ്പം ചില ഭാഗത്തൊക്കെ ക്ഷീണിച്ച് മടുക്കുന്ന ഭാഗത്തിന്മേൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ എബ്രായ ലേഖനം 6:18 പറയുന്നുണ്ട്, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്ന് ശരണത്തിനായിട്ട് ഒരാൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ദൈവം 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനു മുമ്പ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തു, ദൈവം എന്നിട്ടൊരു ആണയിട്ട് കൊടുത്തു അതിനെ ഉറപ്പിക്കാൻ വേണ്ടി. ഇതുപോലെ തന്നെ നമ്മളോട് എന്നിട്ട് റിലേറ്റീവ് പറയുന്നുണ്ട്, വാഗ്ദത്തത്തിൻ്റെ അവകാശികൾക്ക് ദൈവം തൻ്റെ ആലോചന മാറാതെന്ന് പറയാൻ തക്കണം നമുക്ക് ഒരു ആണ ദൈവം ഇട്ടു തന്നു. അപ്പം എന്നിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ശരണത്തിനായിട്ട് അടുത്ത് വന്നു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാൽ നമുക്ക് ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഈ 2 കാര്യങ്ങളാൽ നമുക്ക് ആ പ്രത്യാശ നമ്മുടെ ആത്മാവിനൊരു നങ്കൂരം എന്ന് പറഞ്ഞാൽ ഒരറ്റത്തു നിന്ന്
പതറിപ്പോകുന്ന ഭാഗത്ത് നിർത്തുവാൻ തൊക്കെ ഒരു കടലിലാണെങ്കിൽ ആ പതറിപ്പോകുന്ന ഭാഗത്ത് ബലവത്തായിട്ട് നിർത്തുന്ന നങ്കൂരോ, അല്ലെങ്കിൽ ഒരു മൗണ്ടൻ ക്ലൈംബ് ചെയ്യുമ്പോൾ ആ മുകളിൽ വലിഞ്ഞു കയറുവാൻ തക്കോണം ഒരു കൊളുത്തിനിടുന്നത് പോലെ ഒരു നങ്കൂരം ഇടുന്നതായിട്ട് നമുക്ക് കാണപ്പെടും. ഇവിടെ നമുക്ക് താഴോട്ട് കാണപ്പെടുന്നു പറയുന്നത്, ഇവിടെ നമ്മുടെ നങ്കൂരം എങ്ങോട്ടാണ് പോകുന്നത്? അവിടെ പറയുന്നത് അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്ക് അകത്തേക്കും കിടക്കുന്നതാണ്. അപ്പം കർത്താവ് എങ്ങോട്ട് പോകുന്നോ ആ തിരശ്ശീലയുടെ അപ്പുറത്തേക്ക് കർത്താവ് എവിടെ ആയിരിക്കുന്നോ അങ്ങോട്ടാണ് നങ്കൂരം ഇട്ടേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലേക്ക് നങ്കൂരം ഇട്ടേയിരിക്കുന്നത്. ആ ക്രിസ്തുവിലേക്ക് മനുഷ്യനിൽ നമ്മൾ നങ്കൂരം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പല ചിന്തകൾക്കോ ഫീലിങ്സോ മാറുന്നതനുസരിച്ച് ആ നങ്കൂരത്തിന് ഇളക്കം തട്ടും. നമ്മുടെ വിശ്വാസം ക്രിസ്തുവിലാണെങ്കിൽ അത് ഇളക്കം തട്ടുന്നതല്ല, അത് സാഹചര്യങ്ങളിൽ കൂടി ദൈവകൃപയിൽ കൂടി മുന്നോട്ട് പോകുന്നതാണ്. അവിടെ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് എന്തൊക്കെയാണ് ഈ രണ്ട് കാര്യങ്ങളിൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കാനുള്ള രണ്ട് കാര്യങ്ങൾ? അതിനെപ്പറ്റി പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. അതിന് ഈ രണ്ട് കാര്യങ്ങളെപ്പറ്റി യേശുക്രിസ്തുവിൻ്റെ രണ്ട് ശുശ്രൂഷയാണ് നമുക്കുള്ള ഈ ശക്തിയുള്ള രണ്ട് പ്രബോധനം. അതിനെപ്പറ്റി എബ്രായ ലേഖനം 10:20 വാക്യത്തിലും 21 വാക്യത്തിലും അതിനെപ്പറ്റി സൂചനയുണ്ട്. തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക്, ഒന്ന് യേശുവിൻ്റെ പാപ പരിഹാര യാഗം, ആ രക്തമാണ് നമുക്ക് കോൺഫിഡൻസ് തരുന്നത്. രണ്ട്, താഴോട്ട് പറഞ്ഞാൽ ദൈവാലയത്തിൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങൾ തളിക്കപ്പെട്ടു. രണ്ടാമത് കർത്താവിൻ്റെ മഹാപുരോഹിത ശുശ്രൂഷ. ക്രിസ്തു നമുക്ക് യാഗമായിരുന്നു, ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് മഹാപുരോഹിതനായിരുന്നു. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ചുള്ള പരമപ്രധാനമാണ്. ദൈവത്തോടുള്ള ബന്ധത്തെ നമ്മളെ അടുപ്പിക്കുന്ന ഒരു ഭാഗം ആ പാപ പരിഹാര രക്തമാണ് നമുക്ക് കോൺഫിഡൻസ് തരുന്നത്. അവിടെ പറയുന്നുണ്ട്, താഴോട്ട് വരുന്നതുകൊണ്ട് ഇത് രണ്ടും ഉള്ളതുകൊണ്ട് വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. ഇപ്പം ഈ രണ്ട് ഭാഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത ശുശ്രൂഷ സാധാരണ ഒരു ശുശ്രൂഷ പോലെയല്ല. എന്താ കാരണം? അതിനെപ്പറ്റി നമുക്ക് കാണപ്പെടുന്നത് എബ്രായ ലേഖനം 7:20 പറയുന്നുണ്ട്, നമുക്കും ദൈവം പ്രോമിസ് തന്നിട്ട് അതിൻ്റെ ഒരു ആണയിട്ടു. ആ ആണ എന്താണ് എന്ന് പറയുന്നുണ്ട്. അവർ ആണ കൂടാതെ പുരോഹിതന്മാരായിരുന്നു പഴയ കാലത്തെ പുരോഹിതന്മാരൊക്കെ. എന്നാൽ പുതിയ നിയമത്തിലെ പുരോഹിതനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ഇവനോ നീ എന്നേക്കും പുരോഹിതനെന്ന് കർത്താവ് സത്യം ചെയ്തു അനുദപിക്കുകയില്ല. കർത്താവിനെ ദൈവം എന്നേക്കൊരു പുരോഹിതനായിട്ട് അവിടെ ദൈവം ആക്കി വെച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? അതുകൊണ്ട് നമുക്കുള്ള ബെനിഫിറ്റ് എന്താണ്? നമ്മൾ ഒരാളെ ഒരു കാര്യത്തിന് അപ്പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യം ചെയ്തെടുക്കുവാൻ ആ ഉത്തരവാദിത്വമുണ്ട്. ഇതുപോലെ കർത്താവ് നമ്മൾക്ക് വേണ്ടി മഹാപുരോഹിതനായി ദൈവത്താൽ അപ്പോയിൻറ്റഡ് ആണെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ അത് പരാജയപ്പെടുന്ന ഒരു മഹാപുരോഹിത ശുശ്രൂഷയല്ല യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ. കാരണം 7:25 ഇങ്ങനെ പറയുന്നുണ്ട്, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നതിനാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവന് പ്രാപ്തനാകുന്നു. ഹല്ലേലൂയ. എനിക്ക് കഴിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ മഹാപുരോഹിതനോട് നിലവിളിച്ചു കഴിഞ്ഞാൽ അവരെ കുറച്ച് രക്ഷിക്കാമെന്നല്ല പറഞ്ഞത്, അവൻ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനെന്നാണ് ആ വചനത്തിൽ കൂടെ ഉറപ്പ് നൽകപ്പെടുന്നത്. ഇനി അടുത്ത ഭാഗത്തുണ്ട്, ആ 7:22 ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ കർത്താവിന് ആണ കൂടാതെ എന്നതിനെ ഒത്തവണ്ണം ആണ ഇട്ടതുകൊണ്ട് ഈ വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നു. ഗ്യാരണ്ടി, ഇംഗ്ലീഷിൽ ഗ്യാരണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ര വലിയ മഹാപുരോഹിതനാണ് നമ്മുടെ ജീവനം. ഹല്ലേലൂയ. നമ്മുടെ നങ്കൂരം എങ്ങോട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്? നമ്മുടെ മാനുഷ്യ കാഴ്ചയിലോ ഈ വചനത്തിൻ്റെ അല്ലാത്ത ചിന്തകളിലോ ആണെങ്കിൽ അതിന് ഇളക്കം തട്ടും. അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉറപ്പ്, ഹല്ലേലൂയ, മുമ്പോട്ടുള്ള വിശ്വാസം, ഇതൊക്കെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കിയ ആത്മീക വർധനവ് വരുത്തേണ്ടത്. ഹല്ലേലൂയ. കേവലം ചില നിർമ്മിത കഥകളല്ല തിരുവചനത്തിൽ കൂടി നമ്മുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്നത്. അതിനെപ്പറ്റി ഹല്ലേലൂയ അപ്പോസ്തലന്മാർ ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ 2 പത്രോസ് 1:16 പറയുന്നുണ്ട്, ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷയും നിങ്ങളോട് അറിയിച്ചത് ചില നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടൊന്നുമല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടാണ്. മറുരൂപ മലമേൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ മഹത്വം, തൻ്റെ ദൈവത്തെ അവർ കണ്ടു.
അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഹല്ലേലൂയ സ്തോത്രം അവർക്ക് ഉറപ്പായി തീർന്നു. അതുപോലെ അപ്പം ദൈവത്തിൻ്റെ പാറ്റേൺ 1 കൊരിന്ത്യർ 2:4 പറയുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ആധാരമായിരിക്കുന്നത്, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് ഞങ്ങളുടെ ശുശ്രൂഷ ആത്മാവിനെയും ശക്തിയുടെയും പ്രദർശനത്തിലാണ്. അപ്പോൾ ഈ പൗലോസ് അപ്പോസ്തലനെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം പ്രസംഗിച്ച് 1 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പം ഞാൻ മറ്റൊന്നും അറിയാത്തവനായി നിൽക്കപ്പെടണം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അറിഞ്ഞുകൊണ്ട് മാത്രം നിൽക്കപ്പെടണം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു കപ്പാസിറ്റിയിലും എൻ്റെ ഒരു കഴിവിലേക്ക് ഞാൻ ഡൈവേർട്ടായി പോകല്ല. എനിക്ക് ക്രിസ്തുവിൻ്റെ ആഴങ്ങൾ അറിയേണ്ടത് ക്രിസ്തു ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനമാണ്. അല്ലെങ്കിൽ ആ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം എനിക്ക് പല ഡിസിഷൻ എടുക്കാൻ തക്കോണം, ദൈവികമായ ഡിസിഷനിലേക്ക് പോകത്തക്കോണം എന്നെ പര്യാപ്തമായിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഈ ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഇവിടെ പറയുന്നത് തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കാനുള്ള പ്രൊവിഷന ഒരു ഭക്തനെ സംബന്ധിച്ച് കിട്ടപ്പെടുന്നത്. ഹല്ലേലൂയ സ്തോത്രം. വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവം ഈ ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരിക്കലായി ഫലമേൽപ്പിച്ച ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടുവാനുള്ള വിശ്വാസം. അത് കേവലം ഒഴുകിക്കളയാനുള്ള വിശ്വാസമല്ല, ഇത് ശ്രേഷ്ഠതയേറിയ വിശ്വാസമാണ്. ഇതാ ഏതെങ്കിലും ഭാഗത്ത് അതിവിശുദ്ധം എന്ന് ദൈവവചനത്തിൽ പറയുന്നുണ്ടെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വരുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ നമ്മുടെ വിശ്വാസത്തെ അതിവിശുദ്ധം എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ അതിവിശുദ്ധ അല്ലെങ്കിൽ പരിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അപ്പം നമ്മുടെ വിശ്വാസം കണക്ട് ചെയ്യപ്പെടേണ്ടത് യേശു ക്രിസ്തുവിലായിരിക്കണം. ആ യേശു ക്രിസ്തുവിലേക്ക് കണക്ട് ചെയ്യപ്പെടുവാണെങ്കിൽ അത് തീർത്തും അത് വ്യത്യസ്തമാണ്. ഇനിയും ഹല്ലേലൂയ സാധാരണ നോളജൊക്കെ ഈ കർത്താവിൻ്റെ തിരുവചനത്തെ പറ്റി നമ്മൾ സാധാരണമായിട്ട് ഈ ദൈവവചനത്തെ ഒരു മാനുഷികമായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതും കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധനയോടും നുറുക്കത്തോടെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആഗ്രഹത്തോടെയും ചെയ്ത് കഴിഞ്ഞാൽ ദൈവം അത് ഹല്ലേലൂയ അതൊരു റെവലേഷൻ നോളജായിട്ടാണ് ദൈവം തരുന്നപ്പെടുന്നത്. ഹല്ലേലൂയ ഈ വചനത്തിൻ്റെ പ്രത്യേകത അതാ. ഇതെത്ര വായിച്ചു കഴിഞ്ഞാലും അത് മനുഷ്യന് മടുപ്പ് വരാതെ വേണം, ആ മനുഷ്യന് ജീവനെ കൊടുക്കത്തക്കോണം, ദൈവത്തിൻ്റെ പേഴ്സ്പെക്റ്റീവിലേക്ക് ആ വ്യക്തിയെ നയിക്കത്തക്കോണം, ആ സ്വഭാവത്തെ ട്രാൻസ്ഫോം ചെയ്യത്തക്കോണം, രൂപാന്തരപ്പെടത്തക്കോണം. ഹല്ലേലൂയ ദൈവം അത്ര വ്യത്യാസം വരുത്തുന്ന ഒരു ഭാഗമാണ് ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ക്രിസ്തീയ ജീവിതം ഹല്ലേലൂയ നമ്മളെ സംബന്ധിച്ചോളം ആ ക്രിസ്തീയ ജീവിതത്തിന്മേൽ പൗലോസ് അപ്പോസ്തലൻ ഞാൻ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, 1 കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പം ഞാൻ ക്രിസ്തുവിൽ ഇരിക്കുക എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 1:30 പറഞ്ഞുകൊണ്ട്, നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനം, നീതി, ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിന്മേൽ നമ്മുടെ നീതിയിൽ ആശ്രയിക്കുമ്പോൾ ഈ ഒരു ലെവലിലോട്ട് പോകത്തില്ല. എന്നാൽ ക്രിസ്തുവിലേക്ക് നോക്കപ്പെടുമ്പോൾ ക്രിസ്തു നമുക്ക് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനമാണ്, നീതിയാണ്, ശുദ്ധീകരണമാണ്, വീണ്ടെടുപ്പാണ്. ആകയാൽ നിങ്ങൾ ക്രിസ്തു യേശുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ഇരിക്കുന്ന ഉയരത്തിലുള്ള ദൈവത്തിൻ്റെ വലത്തെ ഭാഗത്തുള്ള ഉയരത്തിലുള്ള ചിന്ത. പിന്നെ എന്താണ് അതിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത്, ദൈവം അതുവരെ ഞാൻ മനുഷ്യ പേഴ്സ്പെക്റ്റീവിൽ കൂടെ പോയ ഒരു വ്യക്തിയാണ്. എന്നാൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ള ലെവലിലേക്ക് പോകപ്പെടുവാണെങ്കിൽ ദൈവത്തിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ കൂടെ ഓരോ വിഷയങ്ങൾ കാണപ്പെടുവാൻ തക്കോണം ഇടയാകും. ഹല്ലേലൂയ. ഇവിടെ താഴെ നിൽക്കുന്ന ഒരു വ്യക്തി കാണപ്പെടുന്നതും ഉയരത്തിൽ ഒരു കഴുകൻ അതിൻ്റെ വ്യൂ പോയിന്റിലേക്കൂടെ നോക്കുന്നത് തമ്മിൽ വ്യത്യാസമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗവും ദൈവത്തിൻ്റെ പോയിന്റിൽ കൂടെ നോക്കപ്പെടുന്നതും ഹല്ലേലൂയ മാനുഷ്യ വശങ്ങളിൽ കൂടി നോക്കപ്പെടുന്നതും തമ്മിൽ വ്യത്യാസമാണ്. ഹല്ലേലൂയ. ആകയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ യാത്രയിന്മേൽ ഹല്ലേലൂയ ഈ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ആത്മീയ വർധന വരുത്തുവാൻ കൊണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഈ വിശ്വാസത്തിൻ്റെ നങ്കൂരം ക്രിസ്തുവിൽ ഇട്ടുകൊണ്ട് മുൻപോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കളിച്ചെടുക്കും. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.